ആഹ്, ആദ്യം തന്നെ സുജയ പറഞ്ഞതുപോലെ ഈ കെ ശൈലജയെ അവിടെ നിർത്തിയിരിക്കുന്നത് ഒതുക്കാനാണ്. അവർക്ക് ഭാവി മുഖ്യമന്ത്രി പദത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടയണയാണ് എന്നുള്ളതിനുള്ള ഒരു സ്വാഭാവികമായ വിശദീകരണം. എൻ്റെ വിശദീകരണമല്ല, അത് സ്വാഭാവിക വിശദീകരണമായി കണക്കും. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് 1987 CPM-കാർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായത് വീട്ടിലിരുന്ന നായനാരാണ്. MP പോലുമല്ല, വീട്ടിലിരുന്നാണ്. പിന്നീട് ജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ MP ആകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പദവിയിലിരിക്കുന്നതുകൊണ്ടോ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമോന്നത പദവിയിലേക്ക് എത്തുന്നതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവിയിലെത്തുന്നതിനൊരു തടസ്സമല്ല എന്നുള്ളത് നമ്മുടെ മുന്നുദാഹരണമാണ്. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, ഞാനിപ്പോൾ പറയുമായിരുന്നു, മോഹനനെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ 2009 CPM-നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം നഷ്ടപ്പെട്ടതാണ്. മരണത്തിന് മുമ്പ് 21,000 ചില്ലുവാനം വോട്ടാണ് അന്ന് TP ചന്ദ്രശേഖരൻ. ഞാൻ അന്ന് കുരുക്ഷേത്രം പരിപാടിയായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമായിരുന്നു, വലിയ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. കാരണം TP ചന്ദ്രശേഖരൻ RMP രൂപീകരിക്കുന്നു, അത് VS അച്യുതാനന്ദൻ്റെ ആഗ്രഹപ്രകാരമാണ് RMP രൂപീകരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തെ നമ്മളൊക്കെ വിലയിരുത്തിയിരുന്നത്. അപ്പോൾ TP ചന്ദ്രശേഖരൻ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വരുന്നു. അവിടെ ഒരുപക്ഷെ ഏതാണ്ട് ഒരു സംഘർഷത്തിനോട് അടുത്ത് പോകുന്ന രീതിയിലുള്ള വാക്പയറ്റായിരുന്നു അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 2009 നഷ്ടപ്പെട്ടു. പിന്നീട് TP ചന്ദ്രശേഖരൻ്റെ മരണം 2014 നഷ്ടപ്പെടുന്നു, 2019 അത് ആവർത്തിക്കുന്നു, 2024 എത്തുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ്, ഇത് ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലായി TP ചന്ദ്രശേഖരൻ്റെ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം മാറിയേക്കാം. പക്ഷേ അത് ഇലക്ട്രലായി വീണ്ടും CPM-നെ ബാധിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ഇലക്ട്രലായി CPM-നെ ബാധിക്കുമായിരുന്നു മോഹനൻ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ. ഇവിടെ മോഹനൻ ശിക്ഷിക്കപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത് എന്നതിനപ്പുറത്തേക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹോസ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് രണ്ട് പ്രതികളുടെ കൃഷ്ണനെയും KK കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും ശിക്ഷിച്ചു എന്നുള്ളത് CPM-ന് ഹോസ്റ്റൈലായിട്ടുള്ള വിഷയമാണ്. അതേപോലെ തന്നെ 1 മുതൽ 5 വരെയുള്ള പ്രതികളെയും 7-ാം പ്രതിയെയും ഗൂഢാലോചന കേസിൽ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കൊലയാളികൾ എന്ന് പറയുന്നത് വെറും വാടക കൊലയാളികൾ മാത്രമല്ല, അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായിട്ട് കോൺസ്പിറസി നടത്തി എന്നുള്ളത് കൂടി ഇതിനകത്ത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വസ്തുതകളാണ്. അതിൻ്റേതായിട്ടുള്ള ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM നേരിടേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ മോഹനൻ്റെ കാര്യത്തിനകത്ത് ഈ മോഹനനാണല്ലോ ഈ ആസൂത്രകനായി TP ചന്ദ്രശേഖരൻ വധത്തിൽ പൊതുവെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ മോഹൻ്റെ കാര്യത്തിനകത്ത് വളരെ സുപ്രധാനമാണ്. നേരത്തെ വിചാരണ കോടതിയും ഇപ്പോൾ ഹൈക്കോടതിയും കണ്ടെത്തിയിട്ടുള്ളത് ഈ അലൈബി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ 2012 ഏപ്രിൽ 12-ന് KC രാമചന്ദ്രനുമായി ഗൂഢാലോചന നടത്തുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് മൊഴിയായി വന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ പാർട്ടിയുടെ ഒരു ദീപശിഖ ഏറ്റുവാങ്ങുകയായിരുന്നു മോഹനൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലെ വാച്ചിലെ സമയം വളരെ നിർണായകമാവുകയും ആ വാദം പൊളിയുകയും ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന അപ്പീൽ കോടതിയുടെ വിധിയോടുകൂടി സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മോഹനനെ പ്രതി ചേർക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ മഹസറിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതും, അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാം, അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രമല്ല RMP നേതാവായിട്ടുള്ള പ്രമോദ്, അതുപോലെ തന്നെ മഹസർ സാക്ഷിയായിട്ടുള്ള ഒരാളെയും വിചാരണ ചെയ്യാം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഘട്ടത്തിലെ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആണ് ആളുകളെ പ്രതി ചേർത്തത് എന്ന വാദം എനിക്ക് യാതൊരു സംശയവുമില്ല അവിടുത്തെ CPM-ൻ്റെ പ്രാദേശിക നേതാക്കളുടെ അറിവോടുകൂടി ആസൂത്രണത്തോടു കൂടി തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധം നടന്നിട്ടുള്ളത്. പക്ഷേ അതിന്മേൽ 2 ജില്ലാ കമ്മിറ്റികളുടെ ഏകോപനം സംസ്ഥാന നേതൃത്വം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ ബ്രെയിനായി മോഹനൻ വർത്തിച്ചു എന്നുമുള്ള ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ആ നെറേറ്റീവ് യഥാർത്ഥത്തിൽ ഈ അപ്പീൽ കോടതി വിധിയോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്,
വടകരയിൽ ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. വടകരയിൽ 2009 ടി പി ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദോഷം ചെയ്തു. പിന്നീട് ടി പി ചന്ദ്രശേഖരൻ്റെ ക്രൂരമായ കൊലപാതകത്തിലൂടെ ജനങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തു, വോട്ടർമാർ കൃത്യമായ മറുപടി കൊടുത്തു. അതാണ് 2014-ലും 2019-ലും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ 2024 കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം അനുസരിച്ച് CPM-ന് ഏതെങ്കിലും 2 മണ്ഡലങ്ങൾ കിട്ടുമെങ്കിൽ അതിലൊന്ന് ആദ്യത്തേത് വടകരയായിരിക്കും, രണ്ടാമത്തേത് ആലത്തൂരായിരിക്കുമെന്നാണ്. Meet the editors.